ഉടുപ്പിട്ട് പൊട്ട് തുടച്ചിട്ട് എന്നെ ഒരുക്കിയില്ലേ പള്ളിക്കൂടത്തിലെ എല്ലിപ്പടി വരെ കൂട്ടി വന്നില്ലേ. കുട്ടികൾ നമ്മളെ ഭാവിയാണല്ലോ, അപ്പോൾ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. കൂടാതെ തന്നെ നമുക്കും റിലാക്സേഷനാണ്. നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളോട് ചേർന്ന് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പ്രേക്ഷകരെ, കലോത്സവം ഇങ്ങനെ അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാന ദിവസത്തിന്റെ തലേ ദിവസമാണ്. അപ്പോൾ നമ്മുടെ ജനപ്രിയ ഇനങ്ങളൊക്കെ ഈ തേക്കിൻകാട് മൈതാനത്തെ പല വേദികളിലായി ഇങ്ങനെ കാണികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ഒരു ജനപ്രിയ കളക്ടർ നമുക്കൊപ്പം ചേരുകയാണ്. ഒരുപാട് പ്രാവശ്യം കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ വാക്കുകൾ പ്രേക്ഷകർ കേട്ടുകഴിഞ്ഞു എന്ന് പറയാം. പക്ഷേ ഒരു കലാകാരൻ ചെണ്ടയെത്തി വെറുതെ വിടില്ല. ജയ്സൺ ചേട്ടാ, ഈ നമ്മുടെ കളക്ടർ സാറ് ചെണ്ട നന്നായി കൊട്ടുമെന്നാണ് അറിയുന്നത്. ചെണ്ടല്ല, ഞാനൊരു ദിവസം പുലർച്ചയ്ക്ക് 5 മണിക്ക് ഓടുകയാണ്. ആ സമയത്തുണ്ട് ഒരാളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ സ്ഥിരമായി കാണുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹമാണ്. അപ്പോൾ ആള് ഓട്ടം, സൈക്ലിംഗ്, എല്ലാവിധ ആക്ടിവിറ്റി, കല, കായികം എല്ലാം ഞങ്ങളുടെ കളക്ടറിൽ സുരക്ഷിതമാണ്. അപ്പൊ നോക്കിയേ, നമ്മുടെ വേലൂര് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്ന് വന്ന കുട്ടികളുണ്ട്. ഇവരൊക്കെ കളക്ടറുടെ ഫാനാണോ? കളക്ടർ ചെണ്ട കൂട്ടി കാണണമെന്ന് ആഗ്രഹമുണ്ടോ? നമുക്ക് നോക്കിയാലോ? ഒന്ന് കൈയടിച്ചേ, അടിപൊളി. അപ്പോ പോരട്ടെ. ചെണ്ടകോട്ട അത്ര അറിയില്ല, ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ തുടങ്ങിയത്. പക്ഷെ അത് വെറുതെയാണ്. കാരണം ഒരു പുലികളിക്ക് ഒരു ചെണ്ട കയ്യിൽ കൊടുത്തപ്പോൾ കളക്ടർ കൊട്ടിക്കാണിച്ച് പിന്നെ അത് ഒരുപാട് പേർ സ്വീകരിച്ചതാണ്, അങ്ങനെ വൈറലായി മാറിയതാണ്. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതെ, അതായിരുന്നു ആദ്യമായിട്ട് ചെയ്ത. അപ്പോഴാണ് അത് നമ്മൾ പണ്ട് ഈ മരത്തിലൊക്കെ ചുമ്മാ അടിച്ചു പഠിക്കുക, പിന്നെ ഈ കരോളിന്റെ സമയത്തൊക്കെ ചുമ്മാ തട്ടില്ല, ആ ഒരു അനുഭവമൊക്കെ മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ചെയ്യും. ഈ കുട്ടി പാട്ടില്ലേ എന്നായിട്ട്? അതെ, കുട്ടിയുടെ പാട്ടിന് കളക്ടർ സാറ് മേളം കൊടുക്കും. മിനുങ്ങും മിന്നമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നീയച്ചൻ നെറുകെ തൊട്ടുത്തലോടി കഥകൾ പാടിയുണർത്താ വരുമോ ചാരേ നീയച്ചൻ പുതുകനവായി മഷിയെഴുതി മിഴികളിലാദ്യം ചിറകുകളിൽ കിടകിടങ്ങും തരിവളയേകി കുഞ്ഞിച്ചുണ്ടു പൊന്നു മിന്നു തന്നു മാമൂട്ടി പിച്ച പിച്ച വയ്ക്കാൻ കൂടി വന്നു കൈനീട്ടി പുത്തനുടുപ്പിട്ട് പൊട്ടു തുടച്ചിട്ട് എന്നെ ഒരുക്കിയില്ലേ പള്ളിക്കൂടത്തിലെ എല്ലിപ്പടി വരെ കൂട്ടി വന്നില്ലേ നീ ചിരിക്കുന്നേരം അച്ഛന്റെ കണ്ണിലെ ചെങ്ങനിലാവല്ലേ നീന്ന് വാടിയാരും കണ്ണൽ നെഞ്ചം മിങ്ങിയില്ലേ മണിവളന്നോളം മകൾ വളർന്നാലും അച്ഛനുള്ളിൽ നിന്നും ഒരു താമര തുമ്പില്ലേ ചെല്ലക്കുറുമ്പ് കാട്ടി കിണങ്ങുന്ന ചുന്തിരി വായിലേ മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നീ അച്ഛൻ. സൂപ്പർ. കളക്ടർ എപ്പോഴും കുട്ടികളൊപ്പാണല്ലോ കാണുന്നത്. അതെ, അത് നമുക്ക് സന്തോഷമല്ല. നമുക്ക് സമയം കിട്ടുമ്പോൾ ആ ദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാറുണ്ട്. കൂടുതലും കുട്ടികൾ നമ്മളെ ഭാവിയാണല്ലോ, അപ്പോൾ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. കൂടാതെ തന്നെ നമുക്കും റിലാക്സേഷനാണ്. നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളോട് ചേർന്ന് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് സന്തോഷമാണ്. ഈ കലോത്സവ വേദികളിൽ കുട്ടികളൊക്കെ ആരാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് കളക്ടറോട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകർ ആരാവണമെന്ന് ചോദിച്ചപ്പോൾ ഒരു ഡ്രൈവർ ആകണം എന്നാണ് പറഞ്ഞത്, അല്ലേ? അങ്ങനെ ഓരോ സമയത്തും നമ്മൾ ഓരോന്നാണ് പറയാറ്. സിവിൽ സർവീസിനെ കുറിച്ച് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആലോചിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇടുക്കിയിൽ ഏലപ്പാറയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ സാഹചര്യം അത്ര ഡെവലപ്ഡ് അല്ല. നമ്മൾ ചുറ്റിലും കാണുന്ന സാഹചര്യം വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആ സമയത്ത് വണ്ടിയൊക്കെ ഓടിക്കുമായിരുന്നു, നല്ല താല്പര്യമായിരുന്നു. അത് ചെറുതായിരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഓരോ സമയങ്ങളിൽ ഓരോ ഇതായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഈ ചെണ്ട ഈ വൈറലായതിനു ശേഷമൊക്കെ ചെണ്ട ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെന്തായി? അത് ഞാൻ ശ്രമിച്ചു. ആ കഴിഞ്ഞ പുലിക്കളിക്ക് 2024 പുലിക്കളിക്ക് ശേഷം ഞാൻ ഒരു ദിവസം ഒന്ന് ക്ലാസ്സൊക്കെ നോക്കാൻ പോയി. പക്ഷേ ഒരു ദിവസം നോക്കാൻ പോയി, പിന്നെ നടന്നില്ല. അതിനുശേഷം അടുത്ത പുലിക്കളിയായി, അപ്പോഴും അതേ സ്റ്റാറ്റസ് തന്നെയായിരുന്നു. ഇപ്പോഴും ഞാൻ തീരുമാനിച്ചു എന്തായാലും പഠിക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇനി അടുത്തൊരു കലോത്സവ കാലമൊക്കെ എത്തുമ്പോഴേക്ക് കളക്ടർ ശാസ്ത്രീയമായി തന്നെ ചെണ്ട പഠിക്കാനുള്ള ഒരു അവസരം കിട്ടട്ടെ, കൂടുതൽ ഉഷാറായിട്ട് നമുക്ക് കൊട്ടാവുന്നതാണ് അല്ലേ? അതെ അതെ, അടുത്ത പുലിക്കളിക്ക് മുമ്പായിട്ട് പഠിക്കണമെന്നുണ്ട് പ്രോപ്പറായിട്ട്. ഇപ്പോൾ ഈ നമ്മുടെ മത്സരം ഇപ്പോൾ തലേ ദിവസമായിരിക്കണം, അവസാനത്തിൻ്റെ തലേ ദിവസമായി നിൽക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു മൊത്തത്തിൽ? ഇപ്പോൾ 4ാമത്തെ ദിവസമായി, ആവേശത്തിന് ഒരു കുറവില്ല, നല്ല പെർഫോമൻസ് നടക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്, അറേഞ്ച്മെൻറ്റ്സിൽ എല്ലാവരും നല്ല ഹാപ്പിയാണ്. എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് വരുന്നതൊക്കെ അപ്പോൾ പരിഹരിച്ച് പോകുന്നുണ്ട്. പിന്നെ തൃശ്ശൂർ ജില്ലയും നല്ല കോമ്പറ്റീഷൻ വയ്ക്കുന്നുണ്ട്, 3ാം സ്ഥാനത്താണ്. വരും ദിവസങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും നല്ല ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണ് കൂടുതൽ കുട്ടികളും പോകുന്നത്. പിന്നെ ഒരു മത്സരമായിട്ട് കാണുമ്പോഴത്തേക്ക് ആ ഒരു എന്തെങ്കിലും വിചാരിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇതിൽ പങ്കെടുക്കുന്നത് തന്നെ വലിയൊരു അവസരമാണ്. അങ്ങനെ ഒന്ന് തൃശ്ശൂർ വന്നതിന് ശേഷമാണോ ഇതിന് വലിയൊരു ലോകം തുറന്നിട്ടത്? അല്ല, മുന്നേ ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ, ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ കാണുന്നപ്പോൾ ഇതൊക്കെ ചെയ്യാറുണ്ട്. സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് തന്നെ. ഇപ്പോൾ കൃഷിയാണെങ്കിൽ ഞാൻ വീട്ടിൽ കൃഷി ചെയ്യാറുണ്ട്, മറ്റോടുന്നാണെങ്കിൽ സാധാരണ ഇത്ര ഓടാറുണ്ട്. പക്ഷേ കളക്ടർ ആയപ്പോഴത്തേക്ക് അത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലേ. നമുക്ക് ഒരു പാട്ടും കൂടി പറഞ്ഞാൽ അദ്ദേഹത്തിന് യോഗത്തിന് പോകണ്ടാണ്ട് നന്നായിട്ട് ഒരു പാട്ട് എല്ലാവരും ഒന്നിച്ച് പാടാൻ പറ്റുന്ന ഒരു പാട്ടുകാരാ. ഒരാൾ വാ, കയറുവാ. ആരാ പാട്ടുകാരുണ്ടല്ലോ ഇതിന് നിറയെ. ആരാണ് ഇനി അടുത്ത്? പാടുവോ? കുട്ടി തന്നെ ഒന്നുകൂടി പാടാം. മോഹം കൊണ്ടാൽ ഈ ഏത് പെണ്ണും പൂച്ചയെ പോലെ പതിയെ പതിയെ ഒരു പാത്രം കുടിച്ചു വറ്റിക്കും. മിഴികളെ നാണം, മൊഴികളെ നാണം, യാരുടെ നാണം? വളമലയിലെ നാണം, നടിപൊളി നാണം, അടിപൊളിയിലെ നാണം. പനി നീക്കിനാവി പൂമഴ അനുരാഗയോലയാമിനി ഇരുഹൃദയം നിറയും നിമിഷം. മോഹം കൊണ്ടാൽ ഏത് പെണ്ണും പൂച്ചയെ പോലെ പതിയെ പതിയെ പാത്രം കുടിച്ചു വറ്റിക്കും. അടിപൊളി, സൂപ്പർ. ഒരു കൈയടി, ഉച്ചത്തിലൊരു കൈയടി കൊടുത്തേ. അപ്പൊ നമ്മുടെ കളക്ടർ ബ്രോയുടെ ചെണ്ടകൊട്ട് കണ്ടു, കുട്ടികൾക്കെല്ലാം ആശംസകൾ അറിയിച്ചു. അപ്പോൾ ഇനിയും കലോത്സവ വേദികളിലൊക്കെ തുടർ വർഷങ്ങളിലും എത്തട്ടെ, സ്വന്തം ജില്ലയിലല്ലെങ്കിലും മറ്റുള്ള ജില്ലകളിലൊക്കെ പങ്കാളിത്തം ഉണ്ടാവട്ടെ. കൂടുതൽ ഉഷാറായിട്ട് കളക്ടറുടെ ഔദ്യോഗിക ജീവിതവും മുന്നോട്ട് പോകട്ടെ.